ഹോർമുസിൽ വീണ്ടും അമേരിക്കൻ കപ്പലിന് തീപിടിച്ചു. 3 കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായത്. ഒരു കപ്പലിന് തീപിടിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് ഏറെക്കുറെ സ്ഥിരീകരിച്ചു. തങ്ങൾക്കത് അണക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചില വീഡിയോൻ്റെ അകത്ത് അവരുടെ വിമാനവാഹിനി കപ്പലിന് നേരെ ആക്രമണം നടന്നു എന്നുള്ളതും വിമാനത്തിന് തീപിടിച്ചുകൊണ്ട് ഒന്നിൽ കൂടുതലോ വിമാനങ്ങൾ പൊട്ടിയിട്ട് കടലിലേക്ക് വീണു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും. എന്നാൽ ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഇതിൽ എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്ന് സംശയിക്കുന്നു എന്നുള്ളതാണ്. കഠിനമായിരിക്കുന്ന പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് ഈ അടുത്തായിട്ട് ഈ കപ്പലുകൾക്ക് നേരെ ഇറാൻ പ്രയോഗിക്കുന്നത്. അത് ഇറാൻ്റെ തന്നെയാണോ അതല്ലെങ്കിൽ ചൈന നൽകിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. കാര്യം പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഒരുപാട് സഹായ കാര്യങ്ങൾ ചൈന ഇറാന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിൽ ഈ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇറാന് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ പരമാവധി ഇറാന് സാധിച്ചെന്ന് മാത്രമല്ല 15ലധികം അമേരിക്കയുടെ യുദ്ധ വിമാനങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. F-35 യുദ്ധവിമാനം 2 കാണാതെ പോയിട്ട് ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ 2 കൂടുതലുണ്ട് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഈ ഏറ്റവും ഒടുവിലായിട്ട് ഒരു യുദ്ധവിമാനത്തെ ഖത്തറിൻ്റെയും ഓർമുസ് കടലിൻ്റെയും ആകാശത്തു നിന്നാണ് അപ്രത്യക്ഷമായത് കാണാതെ പോയത്. അതിനെക്കുറിച്ചുള്ള വലിയ അന്വേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നു. എവിടെ എങ്ങനെ എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പൈലറ്റിനെ കുറിച്ച് അതും വിവരമില്ല. വലിയ രീതിയിലുള്ള അപകട സൂചനകളൊക്കെ നൽകിയിരുന്നു. ആ സൂചനക്കനുസരിച്ചിട്ട് എന്തെങ്കിലും സഹായം നൽകുന്നതിന് മുമ്പ് തന്നെ റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇങ്ങനെ വല്ലാത്തൊരു അത്ഭുത സംഭവങ്ങളൊക്കെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഓർമുസിൻ്റെ കടൽ മേഖലയിലൂടെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ 3 കപ്പലുകളാണ് കഴിഞ്ഞ ദിവസം ഓർമുസ് കടന്നുകൊണ്ട് ഈ സൗദി അറേബ്യയുടെ ഭാഗത്തേക്കോ മറ്റോ കയറാൻ വേണ്ടി ശ്രമം നടത്തിയത്. ആ ശ്രമത്തെയാണ് ഇറാൻ പൊളിക്കുകയും തകർക്കുകയും ചെയ്തത്. അവർ പറയുന്നത് ഇങ്ങനെ, ഓർമുസിൻ്റെ ചുറ്റുഭാഗത്ത് കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഏരിയകൾ, ആ ഏരിയയിലും അതോടൊപ്പം തന്നെ ആ മേഖലയിലുള്ള പാറക്കെട്ടിൻ്റെ അടിഭാഗത്തും ഒളിച്ചിരിക്കുന്നു ഗുഹകളുണ്ട്, ബങ്കറുകളുണ്ട് എന്നാണ് പറയുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ ആക്രമിക്കാൻ തയ്യാറായി പുറത്തോട്ട് വരുന്നു, ആക്രമിക്കുന്നു, തിരിച്ചു പോകുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്കയ്ക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പലിനെ അങ്ങോട്ട് അടുപ്പിക്കാനും പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ആക്രമണം വീണ്ടും ഉണ്ടാകുന്നു. ഇങ്ങനെ 24 മണിക്കൂറും എന്ന തരത്തിൽ കൂടുതൽ ആക്രമണം നടക്കുന്ന രാത്രി കാലങ്ങളാണ്. ഒറ്റപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളും അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ കപ്പലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്, സൈനിക നഷ്ടമുണ്ടായിട്ടുണ്ട്, പിന്നീട് ഈ യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും അമേരിക്കയ്ക്ക് ഇപ്പോഴും സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇറാൻ ഇതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്നു. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ വളരെ എളുപ്പം അതിജീവിക്കാൻ വേണ്ടി ഇറാൻ സാധിക്കും. നഷ്ടപ്പെടുന്ന തകർക്കപ്പെടുന്ന മിസൈലുകൾക്ക് പകരമായി നൂതനമായിരിക്കുന്ന മിസൈൽ സംവിധാനം വളരെ പെട്ടെന്ന് തന്നെ നിർമ്മിക്കാനുള്ള സംവിധാനം അവർ ഒരുക്കുന്നുണ്ട്. ആയുധങ്ങൾ നിർമ്മിക്കാൻ മാത്രമല്ല വളരെ സുരക്ഷിതമായിരിക്കുന്ന ഇടങ്ങളിലേക്ക് അത് മാറ്റാനും സാധിക്കുന്നു. അപ്പോൾ പിന്നെ ശത്രുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കാത്ത വിധം നിർമ്മിക്കുന്ന വസ്തുക്കൾ അതേപടി തന്നെ മാറ്റം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയത് കൊണ്ട് ഇവിടെയും യഥാർത്ഥത്തിൽ അമേരിക്ക പരാജയപ്പെടുകയാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇറാൻ ഒറ്റക്കല്ല യുദ്ധം ചെയ്യുന്നത്. ഇതിനിടെ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ പിന്നിൽ മറ്റു രാജ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് ഈ ചൈനയുടെയും റഷ്യയുടെയും പേര് പറയുന്നില്ല എന്നുള്ളതാണ്. പേര് പറയാതിരിക്കാനുള്ള കാരണം വല്ല കാരണവശാലോ നമ്മൾ പ്രതീക്ഷിച്ച തരത്തിൽ സഹായിക്കുന്നില്ലെങ്കിൽ ഈ പേര് പറഞ്ഞതോടുകൂടി വീണ്ടും അവർ നമ്മളെ ശത്രുവാവുകയും ഇറാൻ്റെ മിത്രമായിട്ട് വലിയ സഹായം നൽകുകയും ചെയ്യും. അതുകൊണ്ടാണ് പേര് പരസ്യമായ രീതിയിൽ പറയാത്തത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ വലിയ രാജ്യങ്ങൾ ഉണ്ട് എന്ന് തങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ഇതിന് മുമ്പ് തന്നെ പുറത്തു വന്നതാണ്. ഏതായിരുന്നാലും മറ്റുള്ള രാജ്യങ്ങൾ ഏകദേശം 200 മുതൽ 1000-ഓളം കപ്പലുകൾ ഓർമുസ് കടൽ കടക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ സമ്മതത്തിന് കാത്തിരിക്കുന്നു. ഒറ്റപ്പെട്ട രീതിയിലുള്ള കപ്പലുകളെ അവർ കടത്തി വിടുകയും ചെയ്തിട്ടുണ്ട്. അഥവാ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, നിത്യേന ഡെയിലി ഏകദേശം 200-ഓളം കപ്പലുകൾ സഞ്ചാരപാതയായിട്ട് ഉപയോഗിച്ചിരുന്ന ഓർമുസ് കടലിൽ ഇപ്പോൾ 10 മുതൽ 15 കപ്പലുകൾ മാത്രമേ കൂടി വന്നാൽ കടക്കുന്നുള്ളൂ. അത് തന്നെ ഇറാന് കാശ് കൊടുക്കണം. ഇറാന് കാശ് കൊടുത്താൽ മാത്രം അവസാനിക്കില്ല. ഓർമുസിൻ്റെ കടലിൻ്റെ അതിർത്തി കടക്കുന്നത് വരെ മാത്രമാണ് ഇറാൻ്റെ ഉത്തരവാദിത്വം. അടുത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നീട് അമേരിക്കയുടെ സമ്മതമാണ്. അമേരിക്ക അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ ഒന്നുകിൽ കപ്പൽ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകണം, അല്ലെങ്കിൽ അമേരിക്ക വെടിവെക്കും. ചുങ്കം ചുമത്താതെ പണം നൽകാത്ത രീതിയിലാണ് കപ്പൽ ഈ കടൽ കടക്കുന്നത് എങ്കിൽ ഇറാൻ വെടിവെക്കും.
അപ്പോൾ രണ്ട് തരത്തിലും വെടി ഉറപ്പായിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് കപ്പലുകളുള്ളത്. കപ്പലുകളൊക്കെ ഭയങ്കരമായ ഇൻഷുറൻസ് ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഗവൺമെൻറ് തലത്തിലായിരിക്കണമെന്നില്ല കപ്പലുകൾ, സ്വകാര്യ വ്യക്തികളുടേതായിരിക്കും കൂടുതൽ. അപ്പോൾ അപകടം ഉണ്ടാവുക, പ്രശ്നം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസം, ബുദ്ധിമുട്ടുണ്ട്. ഇതിനെല്ലാത്തിനും കൂടി അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അതും വലിയ പ്രയാസമാണ്. അവിടെ ജീവനക്കാർക്ക്, കപ്പൽ തൊഴിലാളികൾക്ക് പോലും ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നതാണ്. പുറത്തുനിന്നൊക്കെ ഭക്ഷണം വരുത്താൻ ഇപ്പോഴത്തെ ഇതുവരെ ഉണ്ടായിരുന്ന ഭക്ഷണത്തിൻ്റെ ചെലവിൻ്റെ ഏകദേശം 40 മുതൽ 80 ഇരട്ടിയോളം കൂടിയിട്ടുണ്ട് എന്നാണ്. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് 100-ലധികം വന്നിട്ടുണ്ടെന്നാണ്. എന്നാലോ എന്നിട്ട് പോലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, കൃത്യമായ രീതിയിൽ ഭക്ഷണം കിട്ടുന്നില്ല. അപ്പോൾ കരയിൽ നിന്ന് ബോട്ടിൽ കയറി പിന്നീട് ഈ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് ഭക്ഷണം കൊടുക്കാറുള്ളത്. സാധാരണഗതിയിൽ അത് വിഷയമൊന്നുമില്ലായിരുന്നു, ഇപ്പോൾ അത് പ്രശ്നമാണ്. ഹോട്ടലിൽ വിഷയമാണ്. പിന്നീട് ഈ മേഖല എന്ന് പറയുക യുദ്ധത്തിൻ്റെ മേഖല ആയതുകൊണ്ട് ബോട്ടിൽ സർവീസ് നടത്താൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ഭയമാണ്. അതിൻ്റെ ഒരു പ്രയാസം, ബുദ്ധിമുട്ടുണ്ട്. ഈ തരത്തിൽ പ്രയാസത്തിൽ നിന്ന് പ്രയാസത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.